ഇന്ന് സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം ക്ഷേത്രങ്ങളുടെ ഉദ്ഭവം എന്നുള്ളതാണ്. 3 പേർക്കും ക്ഷേത്രങ്ങളാണ് വിഷയമായിട്ട് തന്നിരിക്കുന്നത്. സനാതന ജീവിതത്തിൻ്റെ മൂലക്കല്ലും ആണിക്കല്ലുമായിട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അത് ക്ഷേത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണെന്ന്. കാരണം വളരെ ടെക്നിക്കലായിട്ട് സാങ്കേതികത്വങ്ങൾ ധാരാളം നിറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആഗമങ്ങളാകട്ടെ, തന്ത്രങ്ങളാകട്ടെ, എന്തിനു പറയുന്നു വേദം പോലും ആകട്ടെ, ഇതൊരു വിമർശനപരമായിട്ട് സംസാരിക്കുകയല്ല കേട്ടോ. അത് അതിൻ്റെ ഒരു സത്യത്തെ ഞാൻ നോക്കിക്കണ്ടത് പറയുക മാത്രമാണ്. വേദം പോലും ഒരു സാധാരണ ഹിന്ദുവിന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആര്യസമാജത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഭാരതം മുഴുവൻ വേദപ്രചാരണം ബാക്ക് ടു വേദാസ് എന്ന പേരിൽ തുടങ്ങിയ സമയത്തും വേദപ്രചാരണം ധാരാളമായി നടന്ന സമയത്തും കേരളത്തിലേക്ക് അതിൻ്റെ സ്വാധീനം എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ തുലോം തുച്ഛം എന്ന് പറയേണ്ടി വരും. ഓർക്കേണ്ട ഒരു പേര് ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് പേർക്ക് വേദത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പേര് തീർച്ചയായിട്ടും ഓർക്കേണ്ടത് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടറിൻ്റെ പ്രവർത്തനമാണ്, MR രാജേഷ്ജിയുടെ പ്രവർത്തനമാണ്. അതുപോലെ കുറച്ച് വേദത്തെ പോപ്പുലറൈസ് ചെയ്യാനും ആളുകൾ സാധാരണ ജീവിതത്തിൽ വേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വലിയ വിഭാഗം, ഒരു ഗുരുനാഥൻ വേദം പഠിപ്പിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പേരുണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്. വിശാലമായിട്ടും ജനങ്ങൾ വേദത്തെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ നമുക്ക് അങ്ങനെ തോന്നാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നേരെ മറിച്ച് സാധാരണ ഭക്തനായിട്ടുള്ള ഹിന്ദു അവൻ്റെ ഹൈന്ദവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് വാസ്തവത്തിൽ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അതുകൊണ്ട് സനാതന ഹിന്ദു ജീവിതത്തിൻ്റെ മൂലക്കല്ല് ക്ഷേത്രം തന്നെയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം ജനത്തെ ഒരുപോലെ സ്വാധീനിക്കുന്ന, അവരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളരാൻ സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ക്ഷേത്രത്തെ കാണാൻ സാധിക്കും. ആ ക്ഷേത്രം എങ്ങനെ നമ്മുടെ ജനജീവിതത്തിൻ്റെ ഭാഗമായി മാറി, ആ ക്ഷേത്രത്തിൻ്റെ സ്വാധീനം എന്ത്, അങ്ങനെയുള്ള ആ ക്ഷേത്രം എങ്ങനെ ആര് കൈയാളണം എന്നതാണല്ലോ ഇന്നത്തെ 3 വിഷയം. അപ്പം അതിൽ ഈ ജനജീവിതത്തിൻ്റെ വിശാലമായിട്ടുള്ള ഈ സമൂഹത്തിൻ്റെ ജനജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രകൽപ്പന എപ്പോൾ മുതലാണ് നമ്മുടെ ഭാഗമായി തീർന്നത്? ഇത് വളരെ ഉന്നതമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സദസ്സാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വൈകാരികമായിക്കൊണ്ട് ഈ വിഷയത്തെ സമീപിക്കാതെ വളരെ വൈചാരികമായി ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തി എന്താണ് എന്ന് നോക്കി കാണുകയായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ക്ഷേത്രം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായ തത്വം എന്താണ് എന്നുള്ളതാണ്. ക്ഷേത്രം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായ തത്വം അതൊരു കേവലം ആരാധനാലയമല്ല, അതൊരു ആക്ഷൻ നടക്കുന്ന സ്ഥലമാണ്, അതൊരു പ്രാർത്ഥനാലയമല്ല എന്നുള്ളതാണ്. ക്ഷേത്രം ഒരിക്കലും ഒരു പ്രാർത്ഥനാലയമല്ല, മറിച്ച് എന്തോ ഒരു ഇൻ്ററാക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. ദേവതയുമായി ഇൻ്ററാക്ട് ചെയ്യുന്നത്, ദ ബോർഡ് ഓഫ് ഡീറ്റി എന്ന് പറയുന്നത്, ദ അബോർഡ് ഓഫ് ഡീറ്റി, ദേവതയുടെ ആലയം, ദേവതയുമായി ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായി ആണ് നാം ക്ഷേത്രത്തെ കാണുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ഹാളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ടാണ് ഒരു ക്ഷേത്രകൽപ്പന നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് എന്ന് മുതലാണ് നമ്മൾ ആരംഭിച്ചത്? അങ്ങനെ നോക്കുന്ന സമയത്ത് ക്ഷേത്രം എന്ന കൽപ്പന നമുക്കല്ലാതെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടായിരുന്നു എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഈ ജനങ്ങൾ വിശ്വസിച്ച് പോരുന്ന സനാതനധർമ്മം ഈശ്വരീയമായിട്ടുള്ള, സനാതനൻ്റെതായിട്ടുള്ള, നാശമില്ലാത്തവൻ്റെതായിട്ടുള്ള, നാശമില്ലാത്ത സനാതനമായൊരു ധർമ്മമാണ്. ഇത് ഭാരതത്തിൽ മാത്രമല്ല എന്നും അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പരന്നിരുന്നു എന്നും സൂക്ഷ്മദൃഷ്ടിയാ നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് അവരൊക്കെ പേഗൻസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറാണ് പതിവ്. നമ്മളല്ല മാറ്റി നിർത്തിയത്. അബ്രഹാമിക മതത്തിൽ ക്രൈസ്തവ മതം ഏറ്റവും ശക്തിപ്പെട്ട സമയത്താണ് അത്തരം പ്രാകൃത വിശ്വാസം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടതെന്നല്ല, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളെ പേഗൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പേഗനിസ്റ്റുകൾ എന്ന് നാം വിളിക്കുന്ന റോമിലും ഗ്രീസിലും ഒക്കെ ഉണ്ടായിരുന്ന ജനതയ്ക്ക് അവരുടെ ഈശ്വര സങ്കല്പത്തിന്റെ ഭാഗം, അവരുടെ ഈശ്വര സങ്കല്പം പ്രാർത്ഥനയായിരുന്നോ അതോ ഇടപെടലായിരുന്നോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്.
ജെയിംസ് ഫ്രേസർ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗോൾഡൻ ബോ എന്ന് പറയുന്ന പുസ്തകത്തിൽ സോഷ്യോളജി പഠിക്കുന്നവർ വളരെ പ്രാധാന്യത്തോടു കൂടി വായിക്കുന്ന ഒരു പുസ്തകമാണ് ഗോൾഡൻ ബോ. ഗോൾഡൻ ബോ എന്ന് പറയുന്ന പുസ്തകത്തിൽ മന്ത്രവാദത്തെയും മതത്തെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ മന്ത്രവാദം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്തിനോടാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഉത്തരം മന്ത്രവാദം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ശാസ്ത്രത്തിനോടാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതായത് മന്ത്രവാദികളൊക്കെ ഒരു തരം പ്രോട്ടോ സയൻറ്റിസ്റ്റുകളായിരുന്നു എന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെയുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൊന്നും ഉണ്ടാക്കിയിരുന്ന കഥയല്ല, മറിച്ച് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് അവകാശപ്പെടുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠന നിരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് മന്ത്രവാദം ശാസ്ത്രവുമായി ചേർന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. കാരണം ചെറിയൊരു ഉദാഹരണം അദ്ദേഹം പറയാണ്. മഴ പെയ്യണം എന്നാണ് ഒരു പ്രാക്തന ജനതയുടെ അടിസ്ഥാനപരമായ ആവശ്യം അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ അത് തന്നെയാണ് ചിന്ത എന്ന് എനിക്കറിയാം. ഒരു മഴ പെയ്താൽ നന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കൃഷിയെ കേന്ദ്രീകരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയെ സംബന്ധിച്ച് മഴ പെയ്യണം. മഴ എങ്ങനെ പെയ്യും? മഴ പെയ്യണമെങ്കിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഈശ്വര ഞങ്ങൾക്ക് മഴ തരണേ, ഈശ്വര ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പ്രാർത്ഥിക്കുക. 2, ചോദിച്ചു നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. കിട്ടിയില്ലെങ്കിലോ പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ്. ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ പിടിച്ചു വാങ്ങുക, ഇത് 2 രീതിയാണ് മനുഷ്യന്മാർക്ക് അറിയാവുന്ന കാര്യം. ആദ്യം ചോദിച്ചു നോക്കും, ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാൻ നോക്കും. എല്ലാ മൃഗങ്ങളും ഇങ്ങനെ തന്നെയാണ്. മൃഗങ്ങൾക്ക് ചോദിച്ചു നോക്കലില്ല, പിടിച്ചു വാങ്ങൽ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ചോദിച്ചു നോക്കൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ ചോദിച്ചു നോക്കുന്നുണ്ട്, ഈശ്വര ഞങ്ങൾക്ക് മഴ തരാമോ? മഴ തരുന്നില്ല. അപ്പോൾ എന്നാൽ ഒന്ന് ഇടപെട്ട് നോക്കാം. എങ്ങനെ ഇടപെട്ട് നോക്കാം? ഇടപെട്ട് നോക്കുന്നത് എന്തൊക്കെയാണോ മഴ പെയ്യാൻ സാധ്യതയുള്ള കാരണങ്ങൾ, മഴ പെയ്യാനായി എന്തൊക്കെ കാര്യങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട്. മേഘം ഉരുണ്ടുകൂടുന്നു, ഇടി വെട്ടുന്നു, തണുത്ത കാറ്റടിക്കുന്നു, ശബ്ദകോലാഹലങ്ങളോടുകൂടെ മഴ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇങ്ങനെയാണല്ലോ മഴ നമ്മൾ നോക്കുന്ന സമയത്ത്. ഇതിനെ ഒന്ന് മിമിക്ക് ചെയ്താൽ, ഇതിനെ ഒന്ന് അനുകരിച്ചാൽ, അനുകരണ മന്ത്രവാദം, എംപത്തറ്റിക് മാജിക്, അനുതാപ മന്ത്രവാദം എന്നൊക്കെ പറയും. ഇതിനെ ഒന്ന് അനുകരിച്ചു കഴിഞ്ഞാൽ പ്രകൃതി സമാനമായ മഴ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ്? വലിയ കുണ്ടം കൂട്ടി അതിൽ തീയിട്ട് പുകയ്ക്കുകയും പുകപടലങ്ങൾ വലുതായി സൃഷ്ടിക്കുകയും അത് മേഘത്തിന് പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. വലിയ പെരുമ്പറ വലിയ ശബ്ദത്തോടെ ഇടിമിന്നലിന് സമാനമായിക്കൊണ്ട് ഇടിവാളിന്റെ ശബ്ദത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടേതായിട്ടുള്ള രീതിയിൽ മഴ പെയ്യാൻ വേണ്ടി അവർ തന്നെ ഡിവൈസ് ചെയ്തിട്ടുള്ള ചില മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലുന്നു. അവരെന്താണ് ചെയ്യുന്നത്? അവർ കേവലം ഒരു പ്രാർത്ഥന നടത്തുകയല്ല, ഒരു വിശ്വശക്തിയുമായി ഒരു അഡ്വക്കസി നടത്തുകയാണ്. അഡ്വക്കസി എന്താണ് ചെയ്യുന്നത്? എന്താണ് ഒരു അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉയർന്ന നീതിപീഠത്തിനോട് ഒരാൾ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ വാദിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമത്തിന്റെ പേര് നിയമം എന്നാണ്. മന്ത്രവാദി അവിടെ ഉയർന്ന ഒരു ശക്തിവിശേഷത്തിനോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ അയാൾ വാദിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം മന്ത്രമാണ്. അതുകൊണ്ട് ഒരു അഡ്വക്കറ്റും മന്ത്രവാദിയും തമ്മിൽ നിയമവാദി എന്നും മന്ത്രവാദി എന്ന് പറയുന്ന വ്യത്യാസമേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. പിടിച്ചു വാങ്ങലല്ല, ഒരു ഇടപെടലാണ്. തരൂ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരൂ. അതുകൊണ്ട് അവിടെ മാറി നിന്ന് അയ്യോ ഞങ്ങളെങ്ങനെയൊന്നും ചെയ്യരുതേ, ഞങ്ങളോട് സഹായിക്കണേ എന്നൊക്കെ പറയുന്നതിൽ നിന്ന് മാറി ഒരു ഇടപെടൽ നടത്തുന്നു. ഈ ഇടപെടൽ നടത്താൻ വേണ്ടി കേന്ദ്രങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം അതൊരു വ്യവസ്ഥാപിതമായ ഒരു സമൂഹത്തിൽ സ്ഥിരമായ ഇടപെടൽ നടത്താൻ വേണ്ടി, പണ്ടൊക്കെ നമുക്കറിയാം നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഗ്രാമ മുഖ്യന്റെ നേതൃത്വത്തിൽ ഒരു നാട്ടുകൂട്ടം കൂടി, പഴയ പ്രിയദർശൻ സിനിമകളിലൊക്കെ കാണാം, നാട്ടുകൂട്ടം കൂടി അതിലൊരു തീരുമാനം എടുക്കും. നാട്ടുകൂട്ടത്തിന് എവിടെ വേണമെങ്കിൽ കൂടാ. ചിലപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാവിന്റെ ചുവട്ടിലായിരിക്കും നാട്ടുകൂട്ടം കൂടുക. മജിസ്ട്രേറ്റിനുള്ള പോലത്തെ അധികാരം നാട്ടുകൂട്ടത്തിന്റെ മുഖ്യനുണ്ട് അല്ലെ മുഖ്യക്കുണ്ട്. അവരാണ് തീരുമാനിക്കുക. അവരിയ്ക്കുന്ന സ്ഥലമാണ് കോടതി. അങ്ങനെയായിരുന്നല്ലോ നമുക്കൊരു കാലത്ത് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറി വ്യവസ്ഥാപിതമായി ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ഉണ്ടായി വന്നപ്പോഴാണ് നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കോടതിയും ഒരു സംവിധാനവും അതിനൊരു ഹൈറാർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അതൊന്ന് സിസ്റ്റമാറ്റൈസ് ചെയ്തു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ
കാര്യങ്ങൾ, അതായത് ഈശ്വരനുമായി അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുമായി ഇത്തരം ഇടപെടൽ നടത്തുവാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പ്രാക്തന സമൂഹത്തിൽ ഭാരതീയർ ചിന്തിച്ചതുപോലെ മറ്റു സ്ഥലങ്ങളിലും ചിന്തിച്ചിട്ടുണ്ട്. മെസപ്പൊട്ടോമിയയിൽ സിഗുററ്റ് എന്നാണ് ഇതിന് പറയാം. സിഗുറത്ത് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആ ഭാഷയിൽ മാത്രമേ പറയാൻ സാധ്യമാവുള്ളൂ. അവിടെ ഒരു ഉയർന്ന, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെസപ്പൊട്ടോമിയയുടെ ചിത്രങ്ങൾ, നിങ്ങൾ പഴയ ആൻഷ്യൻ മെസപ്പൊട്ടോമിയയുടെ ചിത്രങ്ങൾ, വരച്ചെടുത്ത ചിത്രങ്ങളുണ്ട്, ലഭിച്ചിരിക്കുന്ന ആർക്കിയോളജിക്കൽ ബേസിസിന്റെ അടിസ്ഥാനത്തിൽ വരച്ചെടുക്കുന്ന ചിത്രങ്ങളുണ്ട്. ഏതാണ്ട് നമ്മുടെ മാച്ചു പിച്ചു പോലെ മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മൺകട്ട കൊണ്ട് ഏതാണ്ട് ഒരു സെമി പിരമിഡ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചറുകളെ കാണാൻ സാധിക്കുന്നു. അവിടെ അവരുടെ പ്രധാനപ്പെട്ട ദേവതയെ കുടിയിരുത്തിയിരിക്കുന്നു. നമ്മൾ കുലദേവത എന്ന് പറയുന്ന പോലെ ആ ഒരു നാട്ടിൽ ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ ആ സിഗരറ്റിന്റെ പ്രധാന സ്ഥാനത്ത് അവിടുത്തെ ഗ്രാമദേവതയെ കുടിയിരുത്തിയിരിക്കുന്നു. ആ ഗ്രാമദേവതയുമായി ഇടപെടുന്നു. ആരിടപെടുന്നു? പുരോഹിതൻ ഇടപെടുന്നു. കാരണം പുരോഹിതനാണ് ഈ ഭാഷ പരിചയമുള്ളത്. ഈ ഭാഷ വളരെ രസകരമായൊരു ഭാഷയാണ്. അവിടുത്തെ പുരോഹിതൻ ചില കാര്യങ്ങൾ പറയുകയും ഈശ്വരനുമായിട്ട് ഞാൻ സംസാരിച്ചത് ഇന്നതാണ് എന്ന് പറയുകയും ജനങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പുരോഹിതന്റെ അടുത്ത് പോവുകയും ചെയ്യുന്ന ഒരു രീതി ആൻഷ്യൻ്റ് ആയിട്ടുള്ള പൗരാണികമായിട്ടുള്ള മെസപ്പൊട്ടോമിയയിൽ നിലനിന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാരതത്തിലുള്ളതുപോലെ ക്ഷേത്രങ്ങൾ പൊതുജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ് മെസപ്പൊട്ടോമിയയിൽ കണ്ടിട്ടുള്ളത്. ഞാൻ ക്ഷേത്രം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ താന്ത്രികമായ അർത്ഥത്തിൽ അതിനെ ക്ഷേത്രം എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ടെമ്പിൾ എന്നതിനെ ക്ഷേത്രം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിനെ ക്ഷേത്രം എന്ന് വിളിക്കണം. അവിടെ നിന്ന് മാറി ഈജിപ്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈജിപ്തിൽ വളരെ കൃത്യമായിട്ട് പിരമിഡിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഫറോമാരുടെ രാജകീയ അധികാരത്തിന്റെ, ഫറോവ ഗോഡ് ചോസൻ ആണ്, ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ പ്രതിനിധിയാണ്, ഡിവൈൻ റൈറ്റ് തിയറിയാണ്. അതിനെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി പിരമിഡ് കേന്ദ്രീകൃതമായിക്കൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ മുഖ്യ ദേവതകളെ, അവിടുത്തെ നമുക്കുള്ളത് പോലെ അവരൊരു പാൻതീയിസ്റ്റിക് സമൂഹമാണ്, അവർക്ക് ഒരുപാട് പോളിതീയിസ്റ്റിക് ആണ്, ഒരുപാട് ബഹുദൈവാരാധന ഉണ്ട്, പല ദൈവങ്ങളുണ്ട്, പല ദേവതകളുണ്ട്. ദൈവങ്ങളും അവർക്ക് ദൈവങ്ങൾ തന്നെയാണ്, എല്ലാം ദൈവങ്ങളാണ്, പല ദൈവങ്ങളുണ്ട്. നമുക്ക് ബഹുദേവതാരാധനയാണ്, ബഹുദൈവാരാധന ഇല്ല. നമുക്ക് ബഹുദൈവാരാധന ഉണ്ടെന്ന് ആളുകൾ തെറ്റായി പറയുന്നതാണ്. നമുക്ക് ബഹുദേവതാരാധനയാണുള്ളത്, ബഹുദൈവാരാധന ഇല്ല. ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്ന് തന്നെയാണോ എന്ന് തന്നെ സംശയമുണ്ട് നമുക്ക്. അപ്പോഴാണ് ബഹു ദൈവം എന്ന് പറയുന്നത്. ശരി, അവിടെ ആ ദേവതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫറോവയുടെ അധികാരത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില ഘടനകളാണ് അവിടെ ഈജിപ്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഗ്രീസിലേക്ക് വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഗ്രീസിൻ്റെ അവരുടെ സമൂഹവുമായി ബന്ധപ്പെട്ട്, അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, അവരുടെ മിത്തോളജിയുമായി ബന്ധപ്പെട്ടുള്ള ദേവതകൾക്കുള്ള ക്ഷേത്രങ്ങൾ അവിടെ ക്ഷേത്ര രൂപത്തിൽ തന്നെ സ്ഥാപിതമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അക്രോപോളിസ്. ഇന്ന് യുനെസ്കോ സൈറ്റാണ് അക്രോപോളിസ്. ഞാൻ അതിന് മുമ്പത്തെ വർഷം ഗ്രീസിൽ പോകാനൊരു ഇടയായി. ആ സമയത്ത് അക്രോപോളിസ് പോയി കണ്ടു. ഇന്ന് അക്രോപോളിസ് കേവലം ഒരു യുനെസ്കോ സൈറ്റ് മാത്രമാണ്. അവിടെ യാതൊരുവിധ ആരാധനയില്ല. ആ ജനങ്ങൾ ആ ദേവനെ ആരാധിക്കുന്നില്ല. അത് കേവലം ആളുകൾ നോക്കുന്നു. അവരുടെ ദേവൻ പ്രധാനമായിട്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കയറി നടക്കുന്നു, ചെരുപ്പിട്ട് ചവിട്ടുന്നു, ഒക്കെ സംഭവിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാളെ യുനെസ്കോ ഒരു സൈറ്റാക്കി കഴിഞ്ഞാൽ പത്മനാഭനെയൊക്കെ ആൾക്കാർ വന്നിട്ടൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ കാണുന്ന ഒരു സ്ഥിതി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പാറോസ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് കുറച്ച് അപ്പുറത്ത്. അവിടെ പോയ സമയത്ത് അവിടെ അക്രോപോളിസ് എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ട് ഞാൻ അവിടേക്ക് പോയി. അതൊരു കുന്നിൻ്റെ മുകളിൽ കുറച്ച് റബിൾ മാത്രം, കുറച്ച് കല്ല് മാത്രം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അക്രോപോളിസ് ഉണ്ടായിരുന്നു പണ്ട് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ അക്രോപോളിസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വിഷമം തോന്നും നമുക്ക്. ഒരു സംസ്കൃതി ഏറ്റവും പ്രധാനമായിട്ട് ആരാധിച്ച് വിശ്വസിച്ച് പോന്ന അവരുടെ ക്ഷേത്രങ്ങൾ പൂർണ്ണമായും പെയ്ഗനാണ് എന്നതിൻ്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടു. ആഥൻസിലെ അക്രോപോളിസിന്റെ തൊട്ട് താഴെ അവിടെ സോക്രട്ടീസിനെ ജയിലിലിട്ട ഒരു കാടുണ്ട്. ആ കാടിന്റെ അവിടെ ഞാൻ ഒരു ബോർഡ് വായിച്ചു. ആ ബോർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഡിമീറ്റർ, ദ ടെമ്പിൾ ഓഫ് ഡിമീറ്റർ 100 meters away. ദ ചർച്ച് ഓഫ് ഡിമീറ്റർ, ടെമ്പിൾ അല്ല, ദ ചർച്ച് ഓഫ് ഡിമീറ്റർ. ഡിമീറ്റർ എന്ന് പറയുന്ന ഒരു ദേവതയെ തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിന് പരിചയമുള്ളതല്ല. ഡിമീറ്റർ ഒരു ഉർവര ദേവതയാണ് ഗ്രീസിലുണ്ടായിരുന്നത്. ആ ഗ്രീസിലുണ്ടായിരുന്ന ഉർവര ദേവതയുടെ ഒരു ക്ഷേത്രം പിടിച്ചെടുത്ത് അവർ പള്ളിയാക്കിയിരിക്കുകയാണ്. ഞാനൊരു ലേഖനം എഴുതിയിരുന്ന ആ സമയത്ത് ഭദ്രകാളിയുടെ പള്ളി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാളെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ദ ചർച്ച് ഓഫ് കൊടുങ്ങല്ലൂർ അമ്മ എന്ന് എഴുതി വെച്ചാൽ അതൊരു ക്രൈസ്തവ ദേവാലയമായി മാറിയാൽ
അത് എത്രത്തോളം മാനസിക വിഷമം നമുക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ്. അവിടെ പോയ സമയത്ത് ആരുമില്ല, എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഒരു നല്ല ക്ഷേത്രം, പള്ളിയായിട്ട് പരിണമിച്ചിട്ടുണ്ട്. അവിടെ മേലെ കുരിശൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഞാൻ ചെന്ന സമയത്ത് ആരുമില്ല, ആരും അവിടെ സന്ദർശിക്കുന്ന പോലുമില്ല. അത് അവരുടെ ഒരു മതപരമായ വിക്ടറിന്റെ ഭാഗമായി മാത്രമാണ് അതിനെ. ഇപ്പൊ ഹാഗിയ സോഫിയ വിഷയത്തിലൊക്കെ നമുക്കറിയാം എന്തൊക്കെയുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അബ്രഹാമിക മതങ്ങൾ തമ്മിൽ അവരുടെ ക്ഷേത്രത്തിനും ആരാധനാലയങ്ങൾക്കും വേണ്ടി നടന്നിട്ടുള്ള എല്ലാവിധ കശപിശകളും നമുക്കറിയാം. ഈ ക്ഷേത്രത്തിൽ ആരുമില്ലാത്ത വിധം, എന്നാൽ ക്ഷേത്രത്തിന്റെ എല്ലാ തനിമയോടും കൂടെ അതവിടെ നിലനിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ബോർഡ് വായിച്ച സമയത്ത് ആ ബോർഡിൽ പറഞ്ഞിരിക്കുകയാണ്, സെൽജുക് തുർക്കികൾ ഗ്രീസ് ആക്രമിച്ച സമയത്ത് അവര് അക്രോപോളിസിന്റെ മുകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് സുലൈമാൻ എന്ന് പറയുന്ന ഒരു തുർക്കി, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പേഗൻ ആയിട്ടുള്ള ആരാധനകളാണ്, അതിനെ നശിപ്പിക്കണം. അതുകൊണ്ടാണ് അക്രോപോളിസ് ആദ്യം നശിപ്പിച്ചത്. രണ്ടാമത്തത് ഇവർ കാണുന്നത് തൊട്ട് താഴെ നിൽക്കുന്ന ആ മലയുടെ മുകളിൽ നോക്കുമ്പോൾ സ്ട്രാറ്റജിക്കലി ഹിറ്റ് ചെയ്യാൻ എളുപ്പമുള്ള സ്ഥലത്താണ് ഈ ഡിമീറ്ററിന്റെ ക്ഷേത്രം ഇരിക്കുന്നത്. ഞാൻ ഭദ്രകാളി തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം എല്ലാ സ്വഭാവം കൊണ്ടും ഭദ്രകാളിയുടെ ചില സ്വഭാവങ്ങൾ അത് ഏതൊക്കെ ഉണ്ടെന്ന് തോന്നും. ആ ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇവരൊരു പീരങ്കി വെച്ച്, ഈ സുലൈമാൻ ഒരു പീരങ്കി വെച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി വലിയൊരു ഉണ്ട ഈ ക്ഷേത്രത്തിന്റെ നേരെ തൊടുത്തുവിട്ടു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമാണ്. ആ ക്ഷേത്രത്തെ ആ ഉണ്ട വന്ന് സ്പർശിക്കാതെ അത് അതിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൽ തട്ടി വീണുപോയി. പക്ഷെ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കൂല, ഇത് ഗ്രീസിൽ എൻ്റെ കയ്യിൽ ഫോട്ടോഗ്രാഫ് ഉണ്ട്, അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ വെടിയുണ്ട അയാൾ തൊടുത്ത മാത്രയിൽ ഒരു വലിയ ഇടിമിന്നൽ വെട്ടിയിട്ട് സുലൈമാന്റെ തൊപ്പി തെറിച്ചുപോയി എന്നാണ് പറയുന്നത് ആ സമയത്ത്. അതിനുശേഷം അയാൾക്ക് പേടിയായി, ഇനി ഇതിനെ തൊടണ്ട എന്ന നിലയ്ക്ക് മാത്രമാണ് ആ ക്ഷേത്രം നിലനിന്ന് പോന്നിട്ടുള്ളത്. ഞാൻ സാന്ദർഭികമായി ക്ഷേത്രം നമുക്ക് മാത്രമല്ല, ദേവതകളുമായി ഇടപെടുന്ന ഇടങ്ങൾ പേഗനായിട്ടുള്ള സമൂഹങ്ങളിൽ വളരെ കൃത്യമായി നിലനിന്നിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം സൂചിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഗ്രീസിലാവട്ടെ, അല്ലെങ്കിൽ റോമിലാവട്ടെ, മെസപ്പൊട്ടോമിയയിലാകട്ടെ, ഈജിപ്തിലാകട്ടെ, ആസ്റ്റെക്റ്റ്, മായ, ഇൻക തുടങ്ങിയിട്ടുള്ള വിശ്വസംസ്കൃതികളിലെല്ലാം തന്നെ അവരുടെ ആരാധനാലയങ്ങൾ കേവലം ആരാധനാലയങ്ങളല്ല, മറിച്ച് ഉന്നതമായൊരു ശക്തിയോട് ഇടപെടൽ നടത്തുന്ന, വളരെ കൃത്യമായി പറഞ്ഞ മന്ത്രവാദം നടത്തുന്ന കേന്ദ്രങ്ങളായിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ പോലെ തന്നെ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായി പറഞ്ഞ അബ്രഹാമികമായ ഒരു തിരിവിലേക്ക് വരുന്ന സമയത്ത് ക്ഷേത്രം ആരാധനയ്ക്ക്, ഇപ്പം ജൂതരുടെ ആരാധനാലയത്തിൽ പോലും ചില ഇടപെടലുകളുണ്ട്. ജൂതരുടെ സിനഗോഗ് ഒരു തരത്തിൽ ആരാധനാലയമാണ്, ഏതർത്ഥത്തിൽ ക്ഷേത്രം എന്ന പോലെ തന്നെ ഒരു ഇടപെടൽ നടത്തുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ പള്ളി ഒരു പൂജ നടക്കുന്ന സ്ഥലമാണ്. കുർബാന ഒരു കൈൻഡ് ഓഫ് പൂജയാണ്, വിശുദ്ധ ബലിയുണ്ട് അവിടെ. ആ പറഞ്ഞ പോലത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഒരു തരത്തിലുള്ള പൂജ നടക്കുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി ചില ജാറങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നോക്കിയാൽ ഒരു ഹാളിൽ എല്ലാവരും വന്നിരുന്ന് ഞങ്ങൾക്ക് ദൈവത്തിനോട് ഇടപെടാൻ അവകാശമില്ല, വി ആർ ജസ്റ്റ് ക്രീച്ചേഴ്സ്, ഞങ്ങൾ വെറും ക്രിയേഷൻസ് ആണ്, ഞങ്ങൾ വെറും സൃഷ്ടികൾ മാത്രമാണ്, സ്രഷ്ടാവിനൊപ്പമല്ല, സ്രഷ്ടാവിനോട് ആകെ ചെയ്യാൻ പറ്റുന്നത് കുമ്പിട്ട് പ്രാർത്ഥിക്കുക മാത്രമാണ് എന്ന നിലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ക്ഷേത്രവും പള്ളിയുമായിട്ടൊന്നും ഒരിക്കലും കമ്പാരിസൺ സാധ്യമല്ല. ഹിന്ദുവിൻ്റെ ക്ഷേത്രം ഭഗവാനുമായി ഡയറക്റ്റായി, ഡീറ്റിയുമായി ഡയറക്റ്റ് കോൺവെർസേഷൻ, ദേവതയുമായി ഭക്തൻ ഒരു ഇടനിലക്കാരനുമില്ലാതെ നേരിട്ട് സംസാരിക്കുന്ന ദിവ്യമായിട്ടുള്ള പുണ്യമായ സ്ഥലിയാണ്. അതുപോലെയല്ല ഒരു പള്ളി തീർച്ചയായിട്ടും ആ ഈശ്വരൻ്റെ കൃപയ്ക്ക് വേണ്ടി അവിടെ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരിടം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യൻ പള്ളി അതിന് അപവാദമാണ്. കാരണം അവിടെ പുരോഹിതൻ ഒരു വിശുദ്ധ കർമ്മം ചെയ്യുന്നുണ്ട്, ഒരു മാജിക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാജിക് എന്നവർ വിളിക്കില്ലെങ്കിൽ പോലും ഒരു വിശുദ്ധ മാജിക് അല്ലേ. വൈൻ എൻ്റെ രക്തമാകുന്നത് എങ്ങനെയാണ്, ഒരപ്പം എൻ്റെ മാംസമാകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് അത് ഒരു ദൈവികമായ ഒരു ഡിവിനേഷനിലൂടെയാണ് ആവുന്നത്. എങ്ങനെയാണ് തിരുവോസ്തി യേശുവിൻ്റെ മാംസമാകുന്നത് എന്ന ചോദ്യത്തിന് അതൊരു മന്ത്രവാദമാണ്. എങ്ങനെയാണ് വൈൻ യേശുവിൻ്റെ രക്തമാകുന്നതെന്ന് ചോദിച്ചാൽ അതൊരു മന്ത്രവാദമാണ്, നമ്മുടെ ഭാഷയിലുള്ള മന്ത്രവാദമല്ല എങ്കിൽ പോലും. അതുകൊണ്ട് അവിടെ ഒരു ഡിവിനേഷൻ നടക്കുന്നുണ്ട്, അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും ഒരു ഇടപെടലുണ്ട് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ തീർച്ചയായിട്ടും ഡയറക്റ്റായി ദേവതയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടങ്ങളാണ്. ഇനി എന്ന് മുതലാണ് ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രങ്ങൾ മാറിയത് എന്നുള്ളതാണ് ചോദ്യം. ഇത് വൈദേശികമായ ഒരു വെസ്റ്റേൺ ഗേസിലാണ് ഇതിനെ നോക്കി കണ്ടിട്ടുള്ളത്. വൈദേശികമായിട്ടുള്ള വിദേശികളായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിച്ച സമയത്ത് അവരുടെയൊക്കെ ഒരു പഠനങ്ങൾ ചെന്ന് നിന്നിട്ടുള്ളത്
ചൈത്യങ്ങളും വിഹാരങ്ങളുമാണ് ക്ഷേത്രമായിട്ട് മാറിയെന്നുള്ളതാണ്. ചൈത്യങ്ങളും വിഹാരങ്ങളുമാണെന്ന് പറയുമ്പോൾ ബൗദ്ധരുടെ ചൈത്യങ്ങളും ജൈന വിഹാരങ്ങളും ഒക്കെയാണ് ക്ഷേത്രങ്ങളായി പിന്നെ മാറിയത്. ഹിന്ദുവിന് ക്ഷേത്രം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവെ വിദേശ പണ്ഡിതന്മാരായിട്ടുള്ള ചരിത്രകാരന്മാരുടെ അഭിപ്രായം. അത് ശുദ്ധ ബോഷ്കാണ്. അത് എല്ലാ കാര്യങ്ങളും ബൗദ്ധരിലും ജൈനരിലും ആരോപിക്കുന്നത് പോലെ ഉള്ളൊരു ബോഷ്ക്ക് മാത്രമാണ്. ഭാരതത്തിൽ ഹിന്ദുവിന് ക്ഷേത്ര സങ്കല്പം വന്നത് ജൈന ബൗദ്ധ സങ്കല്പങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത്. അതിനവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് ഹിന്ദുക്കൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതും ലോകസമ്മതവുമായിട്ടുള്ള വേദങ്ങളിൽ ക്ഷേത്രകൽപ്പനയെക്കുറിച്ചുള്ള പരാമർശമില്ല. വേദങ്ങളിൽ ക്ഷേത്ര കൽപ്പനയെക്കുറിച്ച് പരാമർശമില്ലാത്തത് കൊണ്ട് അതൊരു ലേറ്റർ അഡിഷൻ ആണ്. അത് ബുദ്ധമതത്തിന്റെ സ്വാധീനം, വിഹാരങ്ങളുടെ സ്വാധീനത്തിന്റെ ഫലമായാണ് ക്ഷേത്രങ്ങൾ എന്നുള്ള ഒരു മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണ് അവർക്ക് അതിന് നിരത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് വേദകാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. വേദകാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന് നോക്കുന്നതിന് മുമ്പ് ലഭിച്ചിരിക്കുന്ന പുരാവസ്തു ഉദ്ഖനന രേഖകളുടെ അടിസ്ഥാനത്തിൽ, ആർക്കിയോളജിക്കൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തിന്റെ ഹൈന്ദവ ചിതി രൂപപ്പെട്ടത് എവിടെ നിന്നാണെന്ന് നോക്കിയാൽ അത് സിന്ധു നാഗരികതയുടെ മണ്ണിൽ നിന്നാണ്. സിന്ധു നാഗരികതയുടെയും പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സരസ്വതിയുടെ തീരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അത് ഗംഗാ സിന്ധു സരസ്വതി സിവിലൈസേഷൻ എന്ന് വിളിക്കണം. അതിനെ ഗംഗാ സിന്ധു സരസ്വതി സിവിലൈസേഷൻ എന്ന് വിളിക്കണം. സരസ്വതി ഒരു നദിയായി പോലും ഇവർ പരിഗണിച്ചിരുന്നില്ല. ഇന്ന് മിഷേൽ ഡാനിനോ ഒക്കെ അതേക്കുറിച്ച് എഴുതുന്ന സമയത്ത് മാത്രമാണ് സരസ്വതി ഇത് കൂടെ ഒഴുകുന്നുണ്ടായിരുന്നു, സരസ്വതി നദി ഒഴുകിയ വഴി എന്നൊക്കെ പറയുന്ന സമയത്താണ് സരസ്വതിയെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇവർ കാര്യമായി ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ വേദകാലത്തെ സരസ്വതി ഒരു സങ്കല്പം മാത്രമാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് സരസ്വതിയുടെയും സിന്ധുവിൻ്റെയും ഗംഗയുടെയും തീരങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സൂചനകൾ നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഉന്നതമായ അതീതമായ ഇത്തരം ആശയങ്ങളോട് പ്രതിപത്തി ഉണ്ടായിരുന്നു, അതോടെ ഇടപെടൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉദാഹരണം സിന്ധു സീലായിട്ടുള്ള പശുപതിയുടെ സിയാറ്റൈറ്റ് സീലാണ്. പശുപതിയുടെ സിയാറ്റൈറ്റ് സീൽ, അതിനൊപ്പം തന്നെ ലഭിച്ചിരിക്കുന്ന മാതൃപ്രരൂപങ്ങൾ, അമ്മ രൂപങ്ങൾ, യോനി രൂപങ്ങൾ, ലിംഗരൂപങ്ങൾ, ത്രികോണാകൃതിയിലുള്ള അൾത്താർ അല്ലെങ്കിൽ ത്രികോണാകൃതിയിലുള്ള ഹോമകുണ്ഡം കേവലം ഒരു ഹോമകുണ്ഡമല്ല എന്നും അത് ഒരു ഉന്നതമായിട്ടുള്ള, ഈ അർത്ഥത്തിൽ പറയുമെങ്കിൽ ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പത്തിനോട് ഇടപെടൽ നടത്തുന്ന ഒരു മീഡിയം, ഒരു പോർട്ടലായി വർക്ക് ചെയ്തു എന്നും ഒക്കെ നമുക്ക് ഇന്ന് ഹോമകുണ്ഡം എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. യു പിയിൽ ഭാഗോർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഭാഗോർ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഭാരതത്തെക്കുറിച്ച് വിദേശ ചരിത്രകാരന്മാരുണ്ടാക്കിയിട്ടുള്ള എല്ലാവിധ കള്ളക്കഥകളും പൊളിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഭാഗോർ. ഭാഗോർ സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോഴും പോയി നോക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഭാഗോർ ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്, ASI പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഭാഗോറിൽ പോയി കഴിഞ്ഞാൽ ഭാഗോറിൽ ഒരു പ്രതിഷ്ഠ പോലെ ഒരു ത്രികോണാകൃതിയുള്ള ശില സംരക്ഷിച്ചിരിക്കുന്നു. ആ ത്രികോണാകൃതിയുള്ള ശില എന്ത് എന്ന ചോദ്യത്തിന് അവിടെ ലോക്കലായിട്ടുള്ള ട്രൈബൽസ് പറയുന്ന ഉത്തരം ഞങ്ങളുടെ കാളിയാണെന്നാ. അപ്പൊ ആര് പറഞ്ഞു തന്നു നിങ്ങളുടെ കാളിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉത്തരം ഒരു താന്ത്രികനും പറഞ്ഞു തന്നൊന്നല്ല, ഒരു വൈദികനും പറഞ്ഞു തന്നൊന്നല്ല, ഒരു ജ്യോതിഷിയും പറഞ്ഞു തന്നൊന്നല്ല, എൻ്റെ അച്ഛനും അപ്പൂപ്പനും പറഞ്ഞു തന്നു. അവർക്ക് ആര് പറഞ്ഞു കൊടുത്തു? അവരുടെ അച്ഛനും അപ്പൂപ്പനും പറഞ്ഞു കൊടുത്തു. സോ അതിലൊരു പെരനിയാലിറ്റി ഓഫ് ട്രാൻസ്ഫറിങ് വിസ്ഡം, ഒരു തരത്തിലും നിന്നു പോവാത്ത അലംഘനീയമായ ഒരു അറിവിൻ്റെ, ഒരു ജ്ഞാനത്തിൻ്റെ പ്രവാഹം ചെന്ന് മുട്ടുന്നത് ഇന്ന് ജീവിക്കുന്ന ഒരു ആദിവാസി യുവാവിൽ കാളി എന്ന പേരിലാണ്. അത് എവിടെ നിന്ന് തുടങ്ങി എന്ന് വെച്ചാൽ അത് അന്ന് മുതൽ തുടങ്ങി. എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ തുടർന്ന് അത് എവിടം വരെ എത്തുന്നു എന്ന് അവർക്ക് നിശ്ചയമില്ല. അങ്ങനെ നോക്കിയാൽ ഓറൽ ഹിസ്റ്ററിയെ ഒരു ഹിസ്റ്ററിയായി പരിഗണിക്കണം എന്നാണ് ആധുനിക ചരിത്രകാരന്മാരുടെ എല്ലാവരും അഭിപ്രായം. അതിനെ ട്രയാങ്കുലേറ്റ് ചെയ്ത് അതിലെ സത്യങ്ങൾ മനസ്സിലാക്കി കളവില്ല എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ചില മാർഗങ്ങളൊക്കെ ഉണ്ട്, അതിനെ ഹിസ്റ്ററി ആയിട്ട് സ്വീകരിക്കണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ സിന്ധുവിൻ്റെ തീരത്തിലാണോ നമ്മുടെ സംസ്കൃതി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അല്ല, അതിലും പഴയ സംസ്കൃതി. അത് ഇത്തരം വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായി നിലനിന്നതാണ്. ആധുനിക ക്ഷേത്രത്തിന് അനുകൂലമായ വിധത്തിൽ, അല്ലെങ്കിൽ ആധുനിക ക്ഷേത്രത്തിനോട് തുല്യം പിടിക്കാവുന്ന രീതിയിൽ പൗരാണികമായ ചില സങ്കല്പങ്ങൾ തന്നെ നമ്മൾ മുറുകെ പിടിച്ചു ഇരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വേദകാലത്തിലേക്ക് വരുന്ന സമയത്ത് വേദഗണിതം എന്തിന് ഡെവലപ്പ് ചെയ്തു എന്ന ചോദ്യത്തിൽ നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യം, വേദഗണിതം ഡെവലപ്പ് ചെയ്തത് എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു യുക്തിവാദിയായിരുന്നു. അദ്ദേഹത്തിന് വളരെ കഠിനമായ യുക്തിവാദിയായിരുന്നു. ഞാനും അമ്മച്ചനും ദിവസം വീട്ടിൽ സംഘർഷമായിരുന്നു ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അമ്മച്ചനോട് പറയും, അമ്മച്ച ഒന്നുമില്ലെങ്കിലും
വേദഗണിതം വളരെ സുപ്രീം അല്ലേ? ശകുന്തളാദേവി വേദഗണിതത്തെക്കുറിച്ച്, അങ്ങനെ വേദഗണിതത്തെക്കുറിച്ച്. അപ്പൊ അമ്മച്ച എന്നോട് പറയുന്ന ഒരു കാര്യം, വേദത്തിൽ അമ്മാതിരി ഗണിതമൊന്നുമില്ല, അതൊക്കെ നിങ്ങളിപ്പോൾ പുതുതായിട്ട് പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അദ്ദേഹം വേദത്തിലൊരു സ്കോളറായിരുന്നു കേട്ടോ. വേദത്തിലെ ഗണിതം ശൂൽബസൂത്രങ്ങളാണ്. ശൂൽബസൂത്രങ്ങൾ എന്തിന് ആണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, അത് ആപസ്തംഭമാവട്ടെ ബൗധായനാവട്ടെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ശൂൽബസൂത്രങ്ങളുടെ ഒക്കെ ഘടന എന്തിന് അനുകൂലമായിരുന്നു എന്ന് വെച്ചാൽ ചിതി നിർമ്മിക്കുന്നതിന് അനുകൂലമായിരുന്നു. അപ്പൊ നമുക്കറിയാം ഗരുഡ ചിതി തുടങ്ങിയിട്ടുള്ള ചിതി, യാഗശാല നിർമ്മിക്കാനുള്ള കണക്ക് നമുക്കറിയാം. പാഞ്ഞാൾ അതിരാത്രം നടന്ന സമയത്ത് എല്ലാവരും ആ ഗരുഡ ചിതിയുടെ രൂപം ശരിക്കും വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടാവും, താല്പര്യമുള്ള ആളുകളെങ്കിലും. വളരെ കൃത്യമായി വളരെ ജോമെട്രിക്കലായി പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ലൈൻസും മെഷർമെന്റ്സും ഒക്കെ വെച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഉയർന്ന ജ്യാമിതി ആവശ്യമുണ്ട്, ഉയർന്ന കാൽക്കുലേഷൻസ് ആവശ്യമുണ്ട്. വെറുതെ ഒരു ഹോമകുണ്ടം കൂട്ടി ഇവരൊക്കെ പറയുന്നത് പോലെ ഈശ്വര ഞങ്ങൾക്ക് ഇത് തരണേ എന്ന് പ്രാർത്ഥിക്കാനായിരുന്നുവെങ്കിൽ ഇത്രയും കഠിനങ്ങളായിട്ടുള്ള മാത്തമാറ്റിക്സ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നുകൊണ്ട്, ഇത്രയും കഠിനങ്ങളായിട്ടുള്ള കാൽക്കുലേഷൻസ് കൊണ്ടുവന്ന് എന്തിനാണ് നമ്മൾ ഒരു സംവിധാനം ഉണ്ടാക്കി, ശുൽബസൂത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ശുൽബസൂത്രങ്ങളുടെ അടിസ്ഥാനത്തെ വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആ ചിതിയുടെ രൂപം ഒരു ക്ഷേത്രത്തെ നിർമ്മിക്കുന്നതിന് തുല്യമായിട്ടുള്ള രൂപത്തിലാണ്. അവിടെ അത് താൽക്കാലികമായ സെറ്റപ്പാണ്. കാരണം ഒരിക്കലും ചിതി എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നല്ല, ആ യാഗം നടക്കുന്ന സമയത്ത് മാത്രം ആവശ്യമുള്ളതാണ്. ആ സമയത്തേക്ക് മാത്രം വളരെ കൃത്യമായി നിർമ്മിച്ചിരിക്കുന്ന ചിതിയുടെ രൂപത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗർഭഗൃഹത്തിന്റെ സ്ഥാനത്ത്, ക്ഷേത്രത്തിൽ ഗർഭഗൃഹം എങ്ങനെയാണുള്ളത്, ആ ഗർഭഗൃഹത്തിന്റെ സ്ഥാനത്ത് വളരെ കൃത്യമായിട്ട് അഗ്നിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അഗ്നിമീളെ പുരോഹിതം എന്ന് തുടങ്ങുന്ന ഒരു സംസ്കൃതി അഗ്നിയെ പ്രധാനപ്പെട്ട ദേവതാവിശേഷമായി കാണുന്ന ഒരു സംസ്കൃതി. ഒരു ക്ഷേത്ര മാതൃകയിൽ എങ്ങനെയാണോ അവിടുത്തെ പ്രധാന ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, അതുപോലെ ഒരു പ്രതിഷ്ഠാപനം ഇവിടെ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് പൗരാണികമായിട്ടുള്ള വൈദിക കൽപ്പനകളിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ മാതൃകകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വേദത്തിൽ ക്ഷേത്രമില്ല എന്ന് പറയുന്നത് കേവലം ടെക്നിക്കലായിട്ടുള്ളൊരു വാദം മാത്രമാണ്. സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തന്നെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്ത്രസംസ്കൃതി ഒരു ഘടനാപരമായ രൂപം സ്വീകരിച്ചതിന് ശേഷം, വേദസംസ്കൃതിയാണോ തന്ത്രസംസ്കൃതിയാണോ ആദ്യം എന്നുള്ള ചോദ്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, വാട്ടെവർ, തന്ത്രസംസ്കൃതി ഘടനാപരമായ രൂപം സ്വീകരിച്ചതിന് ശേഷം ആ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് AD 1-ാം നൂറ്റാണ്ടിന് ശേഷം ഗുപ്ത കാലഘട്ടത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി, ഗുപ്ത കാലഘട്ടത്തിൻ്റെ വികാസത്തോടുകൂടി എങ്ങനെയാണ് ഒരു സംസ്കൃതി രൂപപ്പെട്ടു വന്നത്, തന്ത്രസംസ്കൃതി രൂപപ്പെട്ടു വന്നത്. ആ തന്ത്രസംസ്കൃതി രൂപപ്പെട്ടു വന്ന സമയത്ത് ക്ഷേത്രത്തിന് നിയതമായിട്ടുള്ള രൂപഭാവങ്ങൾ വന്നു തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ കൃത്യമായിട്ട് തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് ഇന്ന് ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കാണുന്നത് പോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ഷേത്ര നിർമ്മിതികൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിനു മുമ്പും ചില റോക്ക് കട്ട് കേവ്സ് ഒക്കെ ഉണ്ട്. എല്ലോറ അജന്തയൊക്കെ പോലെ ഗുഹയ്ക്കുള്ളിൽ തുറന്നു വെച്ച് ക്ഷേത്രം പോലത്തെ സങ്കല്പങ്ങളുണ്ട്. അത് ബൗദ്ധമായിരുന്നുവെങ്കിൽ, നിങ്ങൾ അജന്തയിലോ എല്ലോറയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഗുഹകൾ ബൗദ്ധർക്കും ജൈനർക്കും മാത്രമല്ല, അവിടെ ഗുഹകൾ ബൗദ്ധർക്ക്, ജൈനർക്ക്, ആജീവകർക്ക്, ശൈവർക്ക്, പാശുപതർക്ക്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട വിദേശികൾ ഭാരതത്തിൽ വന്ന് ഇതെല്ലാം വ്യത്യസ്തമായ മതങ്ങളായിരുന്നു എന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഒരേ സംസ്കൃതിയുടെ ഭാഗമായി ഒഴുകിക്കൊണ്ടിരുന്ന ബൗദ്ധ, ജൈന, ആജീവിക തുടങ്ങിയിട്ടുള്ള സനാതനങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ, ആവർത്തിച്ച് പറയണം, സനാതനങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ, സനാതനമായിട്ടുള്ള ധർമ്മമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് സംഘത്തിൻ്റെ ഏകാത്മത മന്ത്രത്തിലും ഏകാത്മത സ്തോത്രത്തിലൊക്കെ ബുദ്ധസ്തദാർഹിൻ നിധി ബൗദ്ധ ജൈന സത്രി അകാലേതി ചസിക്ക സന്ത എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സനാതനങ്ങളായിട്ടുള്ള ബൗദ്ധം, ജൈനം, ചാർവാകം, ആജീവികം തുടങ്ങിയിട്ടുള്ള എല്ലാ വിശ്വാസധാരകൾക്കും ഒരുപോലെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന അജന്ത, എല്ലോറ തുടങ്ങിയിട്ടുള്ള ഗുഹകളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചാണെന്ന് പറയാൻ സാധിക്കില്ല. നമുക്കും അവർക്കും ഒരേ സമയത്ത് എന്തുണ്ടായിരുന്നു? ആരാധനയ്ക്ക് അവകാശമുള്ളതുപോലെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വാദങ്ങളൊന്നും ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല. ഏതെങ്കിലും കുൽസിത ശക്തികൾ അത്തരം വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കേവലം ഹൈന്ദവ വിരുദ്ധത കൊണ്ട് മാത്രമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.
ഇനി നോക്കുന്ന സമയത്ത് ഈ ക്ഷേത്ര രൂപങ്ങൾ ഒരു രൂപഘടനയിലേക്ക് വന്നതിന് ശേഷം അതിന് ചില കണക്കുകളൊക്കെ ഉണ്ടായി. ഭോജന്റെ സമരാങ്കണ സൂത്രധാര തുടങ്ങിയിട്ടുള്ള വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, മയമതം തുടങ്ങിയിട്ടുള്ള വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ടെക്സ്റ്റുകൾ എപ്രകാരമാണോ മനുഷ്യാലയം നിർമ്മിക്കേണ്ടത് അപ്രകാരം തന്നെ അതിലും മഹത്തരമായ വിധത്തിൽ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള കണക്കുകൾ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈശാന ഗുരുദേവ പദ്ധതി ആവട്ടെ, ആഗമങ്ങളിൽപ്പെട്ട അജിതമാകട്ടെ, മകുടമാകട്ടെ, യോഗജമാകട്ടെ തുടങ്ങിയ ശൈവ സിദ്ധാന്തപരമായിട്ടുള്ള ദർശനങ്ങൾ. ശൈവസിദ്ധാന്തത്തിൽ 28 ആഗമങ്ങൾ എന്നാണ് പൊതുവെ പറയാറുള്ളത്. അജിതാഗമങ്ങളാവട്ടെ, ഈ പറയുന്ന മകുടമാവട്ടെ, യോഗജമാവട്ടെ, ഇന്ന് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പല ക്ഷേത്രങ്ങളുടെയും കണക്കും ഘടനയും ഒക്കെ വന്നിരിക്കുന്നത് സിദ്ധാന്ത ശൈവത്തിന്റെ പല ആഗമങ്ങൾ പ്രകാരമാണ്. എന്തിനു പറയുന്നു, കേരളത്തിൽ പോലും പല ക്ഷേത്രങ്ങളുടെയും ഘടന വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള പഴയ ആഗമങ്ങളിൽ നിന്നും ഈശാന ഗുരുദേവ പദ്ധതി പോലുള്ള കൃതികളിൽ നിന്നൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. തന്ത്രസമുച്ചയത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. തന്ത്രസമുച്ചയം ഒരു ലേറ്റർ ടെക്സ്റ്റാണ്. തന്ത്രസമുച്ചയം വളരെ വളരെ റിസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. തന്ത്രസമുച്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് പണ്ടെന്നൊന്നും പറയുന്നത് ശരിയല്ല. അത് നമുക്ക് ആ വിഷയത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്. തന്ത്രസമുച്ചയ പ്രകാരമുള്ള ക്ഷേത്രം വളരെ പിന്നീട് ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളാണ്. അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലാത്ത നിലയ്ക്ക് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പദ്ധതികളും കാര്യങ്ങളൊക്കെ ഈ ആഗമങ്ങളിലൊക്കെ ധാരാളം ലഭ്യമായിട്ടുണ്ട്. ആ ആഗമങ്ങളിലൂടെയൊക്കെ ലഭിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കിയാൽ പല ആഗമങ്ങളും വളരെ പഴയതാണ്. വളരെ പഴയതാണ്. പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗമങ്ങളുടെ ഡേറ്റ് എടുക്കുന്ന സമയത്ത് അവർ തന്നെ പണ്ട് പറഞ്ഞ ചരിത്രത്തെ മാറ്റി പറയേണ്ട തരത്തിൽ പഴയ കാലങ്ങളിലേക്ക് ആഗമങ്ങൾ നീണ്ടു നിൽക്കുന്നു. വിശ്വാസതത്വ സംഹിതയൊക്കെ എത്ര പഴയതാണ് എന്ന് ഇവരുടെ മൊത്തം ചരിത്രത്തിന്റെ കള്ളക്കഥ പൊളിക്കുന്നത് പോലെയാണ് അതിൻ്റെ പഴക്കം ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ക്ഷേത്രത്തിന്റെ ഒരു ഘടന, ഒരു രൂപം വരുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തന്ത്രശാസ്ത്രത്തിന്റെ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ അടിസ്ഥാനം മറ്റൊന്നുമല്ല, അത് ബ്രഹ്മാണ്ടമാണ് പിണ്ടാണ്ടം എന്ന അടിസ്ഥാനപരമായ ഒരൊറ്റ ധാരണയിലാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് പറയുന്നിടത്ത് ഈ ശരീരം ക്ഷേത്രമാകുന്നു എന്ന് പറയുന്നത്, ഈ ക്ഷേത്രം ശരീരമാകുന്നു എന്ന് പറയുന്നതും ഒന്ന് തന്നെ. ഈക്വൽ ടു ഇട്ടാൽ അതാണോ ഇതാണോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. അത് തന്നെ ഇതും. അങ്ങനെ നോക്കുന്ന സമയത്ത് ക്ഷേത്രം എന്ന ഘടന ശരീരത്തിന്റെ ഒരു വലിയ മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശരീരത്തിന്റെ ഒരു വലിയ മാതൃകയാണ് എന്ന് കാണാൻ സാധിക്കുന്ന സമയത്ത് ക്ഷേത്രം എന്നത് പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ മാതൃകയാണ് എന്നും വരുന്നു. അങ്ങനെയെങ്കിൽ ശരീരം ഒരു മൈക്രോകോസമാണ് എങ്കിൽ പ്രപഞ്ചം ഒരു മാക്രോകോസമാണ്. ക്ഷേത്രം ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ്, അതൊരു മെസോകോസമാണ്. എന്തിനാണ് ഈ മെസോകോസം നിലനിൽക്കുന്നത്? നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകണം. ഉന്നതമായ ഒരു ശക്തിവിശേഷം എന്ന് അന്ന് മനസ്സിലാക്കിയതിനുമായി ഇടപെടൽ എന്നുള്ളതിൽ നിന്ന് മാറി താതാത്മ്യത്തിലേക്ക് പോകാൻ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഭാരതീയമായ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യമാണ്. സിദ്ധർ പാടുന്ന സമയത്ത് പറയുന്നുണ്ട്, കുതുമ്പായി എന്ന് പറയുന്നൊരു സിദ്ധരെ കുറിച്ച് പറയുന്നുണ്ട്. അണ്ടത്തുക്കുള്ളെ പിണ്ടത്തെ പാർപ്പായടി കുതുമ്പായി. അണ്ടത്തിൻ്റെ ഉള്ളിൽ പിണ്ടത്തെ കണ്ടവളാണ് കുതുമ്പായി. ഏതുപോലെ, എടാ നീ മണ്ണ് വാരി തിന്നോ എന്ന് ചോദിച്ച സമയത്ത് വായ തുറന്നിട്ട് ഇതാ നോക്കിക്കോ അമ്മേ എന്ന് പറഞ്ഞ സമയത്ത് സർവപ്രപഞ്ചവും ആ വായക്കകത്ത് യശോദാമാതാവ് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞ ആശയത്തിന്റെ പേര് ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യമെന്നാണ്. അത് വിരാട് പുരുഷന്റെ സഹസ്ര ശരീരമായിട്ടുള്ള, സഹസ്ര ശിരസായിട്ടുള്ള, സഹസ്രപാദമായിട്ടുള്ള ആ വിരാട് പുരുഷന്റെ രൂപം എങ്ങനെയാണോ വേദം വിരാട് പുരുഷനായി കണ്ടിരിക്കുന്നത്, ആ വിരാട് പുരുഷൻ തന്നെയാണ് ക്ഷേത്ര രൂപത്തിൽ നിൽക്കുന്നത്. ആ വിരാട് പുരുഷൻ തന്നെയാണ് ഞാനുമായി തീർന്നിരിക്കുന്നത്. തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ശിവനായിരിക്കുന്ന ആ വിരാട് സ്വരൂപം അണുവായിരിക്കുന്ന പുരുഷനായി മാറിയിരിക്കുന്നു. അണുവായിരിക്കുന്ന പുരുഷന് ശിവനായിരിക്കുന്ന ആ വിരാട് രൂപത്തിലേക്ക് പോകണമെങ്കിൽ ഇതിന് രണ്ടിനുമിടയിൽ ഒരു പാലം ആവശ്യമുണ്ട്. ആ പാലത്തെ ഒരു പദ്ധതിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ പദ്ധതിയുടെ പേര് ക്ഷേത്രാരാധന എന്നാണ്. ഒരു തരത്തിൽ അത് ക്ഷേത്രാരാധനയാണ്. അതുകൊണ്ട് എന്തൊക്കെ ശരീരത്തിലുണ്ടോ അതെല്ലാം തന്നെ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശരീരത്തിൽ ലിംഗസ്ഥാനമുണ്ട്, ക്ഷേത്രത്തിൽ കൊടിമരത്തിന്റെ അവിടെ ലിംഗസ്ഥാനം കാണുന്നുണ്ട്. ലിംഗത്തെ ഇത് ലിംഗം സൂചിപ്പിക്കുന്ന എന്തോ അത് ലിംഗം. അകത്തിരിക്കുന്ന ആളാരാണെന്ന് കൊടിമരത്തിന്റെ മുകളിൽ നോക്കിയാൽ മതി, വാഹനം നോക്കി മനസ്സിലാക്കാം അകത്തിരിക്കുന്ന ആളാരാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പഞ്ചപ്രാകാരങ്ങൾ, പഞ്ചകോശത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഞ്ചപ്രാകാരങ്ങൾ ശരീരത്തിന്റെ പഞ്ചകോശത്തിന് തുല്യമായിരിക്കുകയാണ്.
അവസാനത്തെ പ്രാകാരമായിട്ടുള്ളതിലേക്ക് വരെ ദേവന്റെ ആത്മചൈതന്യം വ്യാപിച്ചു നിൽക്കുന്നു. ആ ദേവന്റെ ആത്മചൈതന്യത്തിന്റെ ആ റേഡിയസിന്റെ അകത്ത് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ദേവനുമായ ഒരു അറ്റ്യൂൺമെന്റ്, ഒരു സിങ്ക്രോണിറ്റി, ഒരു താതാത്മ്യം, നേരത്തെ ഫ്രേസർ പറഞ്ഞ ഒരു അനുതാപനം സംഭവിക്കുന്നു. ആ അനുതാപനം സംഭവിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിക്കും എന്തു തോന്നുന്നു? അവാച്യമായിട്ടുള്ള ഒരു ആനന്ദമോ ശാന്തിയോ സമാധാനമോ അനുഭവപ്പെടുന്നു. ഇത് ഗേജ് ചെയ്ത് നോക്കിയാൽ FMRI സ്കാനിങ് ഒക്കെ ഇപ്പോൾ ലഭ്യമാണ്. FMRI സ്കാനിങ് ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുന്ന ആളുടെ സെറട്ടോണിൻ ലെവൽ എത്ര കുറയുന്നുണ്ട് അല്ലെങ്കിൽ കൂടുന്നുണ്ട്, കോർട്ടിസോൾ ലെവൽ എത്ര കൂടുന്നുണ്ട് എന്നൊക്കെ കാര്യമായി പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഭാര്യ സൈക്കാട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൾ സ്കിസോഫ്രീനിയയും യോഗയും എന്ന് പറയുന്ന ഒരു വിഷയത്തിലായിരുന്നു അവൾ MPhil ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ആ ഫീൽഡിൽ പോകുമായിരുന്നു. ആ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഇവൾ ഇടയ്ക്ക് ബ്ലഡിൻ്റെ ഒരു എന്താണ് കാരിയേഴ്സുമായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ കൊണ്ടുവന്ന്? അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ യോഗ ചെയ്യുന്ന ആൾക്കാരുടെ ബ്ലഡ് സാമ്പിൾസ് എടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണത്. ഞാൻ യോഗ ചെയ്യുന്ന ആൾക്കാരുടെ ബ്ലഡ് സാമ്പിൾസ് എന്താ എടുക്കുന്നത്? സ്കിസോഫ്രീനിയ ഉള്ള അല്ലെങ്കിൽ ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ ഉള്ള, അഫക്ട് ഡിസോർഡർ ഉള്ള ആളുകളുടെ ബ്ലഡ് സാമ്പിൾസ് എടുത്തുകൊണ്ട് പോവുകയാണ്. ശവാസനം ചെയ്യുന്ന രോഗിയുടെ ബ്ലഡ് സാമ്പിൾ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ പഠിക്കുന്നത്? ഞങ്ങൾ FMRI സ്കാനിങ്ങിൽ അവരുടെ ന്യൂറോ കെമിക്കൽ ബാലൻസ് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ നിംഹാൻസിൽ ഗംഗാധർ വരമ്പള്ളി എന്നൊക്കെ പറയും, ആ പേരടിച്ച് നോക്കിയാൽ മതി. ഗംഗാധർ വരമ്പള്ളി എന്നുള്ള പേരടിച്ച് നോക്കിയാൽ ആയിരക്കണക്കിന് പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. യോഗ എത്രമാത്രം ഇവരുടെ മനസ്സിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നു. മനസ്സിൻ്റെ അകത്തുള്ള പ്രശ്നം സൈക്കാട്രിക്ക് ബാധകമല്ല, ബ്രെയിൻ്റെ അകത്തുള്ള പ്രശ്നമേ ബാധകമുള്ളൂ. ബ്രെയിനിൻ്റെ അകത്ത് എന്തൊക്കെ ന്യൂറോ കെമിക്കൽ ബാലൻസ് അത് വരുത്തുന്നു എന്ന് കാണാൻ പറ്റും. അതുപോലെ ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ ക്ഷേത്രത്തിൽ പോയി വരുന്ന സമയത്ത് അയാൾക്ക് സ്ട്രെസ് മാറുന്നുണ്ട് എങ്കിൽ വൈ എന്ന ക്വസ്റ്റ്യൻ അവിടെ പ്രസക്തമാണ്. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, അനുതാപനം സംഭവിക്കുന്നു. പ്രപഞ്ച മനസ്സുമായി അനുതാപനം സംഭവിക്കുന്ന വിധത്തിൽ ക്ഷേത്രത്തിന്റെ രൂപഘടന ഉണ്ടാക്കിയിരിക്കുന്നു. ഫ്രേസർ പറഞ്ഞതിനോട് ഞാൻ വീണ്ടും ആവർത്തിച്ച് യോജിക്കുകയാണ്. ഒരു അനുകൂലനം, അനുതാപനം സംഭവിക്കുന്ന തരത്തിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഘടനയായിക്കൊണ്ടാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഘടനയാണ്. അത് ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ, ഈ ശാസ്ത്രീയമായി തെളിയിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല, അത് വേറെ വിഷയം. ഞാൻ അങ്ങനത്തെ അന്വേഷണ കുതിക്കുകളുണ്ട് മാത്രം പറയാണ്. ശാസ്ത്രത്തിന്റെ കടലാസ് കിട്ടിയിട്ടൊന്നും വേണ്ട ഈ സംസ്കാരത്തിന് നിലനിൽക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ട് എങ്കിൽ ക്ഷേത്രത്തിൽ പോയി വരുന്ന ഒരാളുടെ ന്യൂറോ കെമിക്കൽ ബാലൻസ് എങ്ങനെ മാറുന്നു, അല്ലെ ന്യൂറോ കെമിക്കൽ ഇംബാലൻസിന് എന്തൊക്കെ ഗുണപരമായി ധനപരമായ മാറ്റങ്ങൾ വരുന്നു എന്ന് നോക്കിയാൽ മനസ്സിലാവും. അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ ആ സംഭവിക്കുന്നതിന് മറ്റൊന്നുമല്ല, നേരത്തെ ഫ്രേസർ പറഞ്ഞതുപോലെ മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന് തത്തുല്യമായിക്കൊണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയും ശരീരത്തിൽ പ്രാണൻ എങ്ങനെ പ്രവഹിക്കുന്നു, പ്രാണന്റെ ഇംബാലൻസ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതൊക്കെ എത്തരത്തിൽ പരിഹരിക്കാമെന്നുള്ള വിശാലമായ താന്ത്രിക ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ക്ഷേത്രങ്ങളും രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രത്തെ സ്ഥാപിച്ച സമയത്ത് ആ ക്ഷേത്രങ്ങളുടെ ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള നിയമങ്ങൾ ബാധകമായിരിക്കുന്നത്. ഓരോ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രത്തിന്റെ നിയമമാണ് ബാധകം. ഇവിടെ എങ്ങനെ വരാൻ പാടില്ല പറഞ്ഞാൽ അവിടെ അങ്ങനെ വരാൻ പാടില്ല. തൃച്ചംബരത്ത് ആനയെ കൊണ്ടുപോകാൻ പാടില്ല, ആനയെ കൊണ്ടുപോകാൻ പാടില്ല. അതാണ് അവിടുത്തെ സങ്കല്പം. അവിടെ കോലയാപീഠത്തിന്റെ കൊമ്പ് വലിച്ചൂരി നിൽക്കുന്ന കൃഷ്ണനാണ്. ആന വന്നാൽ മൂപ്പർക്ക് ദേഷ്യം പിടിക്കും. നേരെ മറിച്ച് ഗുരുവായൂരിലെ കൃഷ്ണൻ ആനകളെ താലോലിക്കുന്ന ആളാണ്. രണ്ടും കൃഷ്ണനല്ലേ? രണ്ടും കൃഷ്ണനാണ്. അമ്പലപ്പുഴ കൃഷ്ണന് ഗുരുവായൂർ കൃഷ്ണനോട് ചെറിയൊരു നീരസമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുക അതൊക്കെ ബ്രഹ്മല്ലേ, തമ്മിൽ എന്തിനാണ് പ്രശ്നം? അങ്ങനെയല്ല, നീരസമുണ്ട്. ആ നീരസത്തിനൊരു കാരണമുണ്ട്. ആ ദേവതാവിശേഷത്തിനൊരു സ്വഭാവമുണ്ട്, അതിനൊരു ഘടന ഉണ്ട്. ആ ഘടന പ്രകാരമാണ് എങ്ങനെയാണോ വൈയക്തികമായി വ്യക്തികൾക്ക് വൈജാത്യങ്ങളുള്ളത്, അതുപോലെ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന്റെ ഘടനകൾക്കും വ്യത്യാസമുണ്ട്. അത് വളരെ കൃത്യമായി ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനെല്ലാം ഒരൊറ്റ ത്രാസിലിട്ട് തൂക്കാൻ സാധ്യമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിയമമല്ല അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവുക. അവിടെയും ചിലപ്പോൾ കിടക്കുന്നത് പത്മനാഭൻ തന്നെയായിരിക്കാം, ഒരേപോലെ തന്നെയായിരിക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നിയമം വ്യത്യസ്തമായിരിക്കും. ആ നിയമം എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു? ആ നിയമം വ്യത്യസ്തമാകുന്നത് ആയുർവേദ പ്രകാരമാണ്. ഉദാഹരണം പറയാം. ആയുർവേദ പ്രകാരം നിങ്ങൾക്കൊക്കെ
ഓരോ പ്രകൃതിയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഓരോ പ്രകൃതിയുണ്ട്. വാതജം പിത്തജം കഫജമായിട്ടുള്ള വാതപിത്ത കഫങ്ങളുടെ ഘടനയ്ക്കനുസരിച്ച് ഓരോ വ്യക്തിയുടെയും പ്രകൃതി മാറുന്നു. പ്രകൃതിക്കനുസരിച്ചാണ് ചികിത്സ. അതുകൊണ്ട് ഒരു വൈദ്യരെടുത്ത് പോയിട്ട് എനിക്ക് പനിയാണ് എന്ന് പറഞ്ഞ് വൈദ്യർ ഒരു മരുന്ന് കൊടുത്തു. വീട്ടിൽ മറ്റൊരാൾക്ക് പനി വന്നാൽ ആ വൈദ്യർ തന്ന മരുന്നാണ്, ഇത് കുടിച്ചോ എന്ന് പറയാൻ ആയുർവേദത്തിൽ സത്യത്തിൽ സാധ്യമല്ല. കാരണം ഡയഗ്നോസിസ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ആ വ്യക്തിയെ വൈദ്യനെ കാണിക്കണം, വൈദ്യന് തോന്നണം ഇയാളുടെ പ്രകൃതി, ഇയാളുടെ ഏത് ഗുണമാണ് അല്ലെങ്കിൽ ഏത് ദോഷമാണ് തെറ്റിയിരിക്കുന്നത്, അതിനനുസരിച്ച് വേണം മരുന്ന് കൊടുക്കാൻ. ദർ ഇസ് നോ സിൽവർ ബുള്ളറ്റ് അപ്രോച്ച്, ദർ ഇസ് നോ ജനറലൈസേഷൻ. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾക്കൊരു പനി വന്നത് ഒരു അലോപ്പതി ഡോക്ടറെ അടുത്താണ് പോയിരിക്കുന്നതെങ്കിൽ അവരൊരു ഗുളിക തരികയും അത് നിങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും, അങ്ങനെയാണല്ലോ മലയാളികൾ ഇപ്പോൾ ചെയ്യുന്നത്, ഡോളോ കഴിക്കുന്നത് ജെംസ് കഴിക്കുന്ന പോലെയാണെന്നാണ് റിപ്പോർട്ട്. അത് പ്രകാരം ഈ ഹെപ്പറ്റോടോക്സിക് ആയിട്ടുള്ള ഡോളോ മരുന്ന് ആവശ്യമില്ലാതെ എടുത്ത് വിഴുങ്ങി ലിവർ പോയിരിക്കുന്ന മലയാളികളാണ്. ദയവ് ഇതാരും വിചാരിക്കുന്നത് അത് കേരളത്തിലെ എല്ലാവർക്കും കള്ളു കുടിച്ചിട്ടാണ് ലിവർ പോകുന്നതെന്ന്. നല്ലൊരു ശതമാനം സ്ത്രീകൾക്ക് ഒരു തത്വദീക്ഷയില്ലാതെ എന്താണ് ചെയ്യുന്നത്, ഇത് എടുത്ത് വിഴുങ്ങുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ജനറലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ജനറലൈസ്ഡ് ആയിട്ടൊരു കാര്യത്തെ നോക്കിക്കാൻ എല്ലാ പള്ളികളും ഒരുപോലെയാണ് ഫംഗ്ഷൻ ചെയ്യുക. അതിനൊരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, അത് അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. അതിലിങ്ങനെയാണ്, അങ്ങനെയാണ്, ഇത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ലോകത്ത് എവിടെ പോയാലും പള്ളി അതുപോലെയാണ് വർക്ക് ചെയ്യുക. നിങ്ങളൊരു ക്രിസ്ത്യൻ പള്ളിയിൽ തിരുവനന്തപുരത്ത് പോകുന്നതും ഓസ്ട്രേലിയയിൽ പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലോകത്ത് ഏത് പള്ളിയിലും ഒരുപോലെ പങ്കെടുക്കാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലും തൊട്ടപ്പുറത്തുള്ള ഒരു അമ്പലത്തിലും ഒരുപോലെ പോകാൻ സാധ്യമല്ല. അവിടെ ചില നിയമവ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിൻ്റെ അർത്ഥം അതെല്ലാം ഇൻഡിവിജ്വൽ ടൈലർ മെയ്ഡ്, കസ്റ്റം മെയ്ഡ് ആയിട്ടാണ് ഓരോ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്ഷേത്രങ്ങൾക്ക്, ഓരോ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രശാസ്ത്രത്തിൻ്റെയോ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുശാസനങ്ങളുടെയോ ഒരു മാനുവൽ ഉണ്ടാവും. ആ മാനുവൽ മിക്കവാറും സാമ്പ്രദായികമായി ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയിലേക്കാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ആ തന്ത്രിക്കാണ് അതറിയാം. അപ്പോൾ ശബരിമലയെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. താഴമൺ കുടുംബത്തിന് ശബരിമലയെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ലോകത്താർക്കും അറിയില്ല. താഴമൺ കുടുംബം ഒരു കാരണവശാലും അതേക്കുറിച്ച് പുറത്ത് പറയില്ല. അയ്യപ്പൻ്റെ മൂലമന്ത്രം പോലും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ദേവതയുടെ മൂലമന്ത്രം പോലും പുറത്തൊരാൾക്ക് ലഭ്യമല്ല. അത് അവർക്ക് തന്നെ ലഭ്യമാവുള്ളൂ. നമ്മൾ എന്തൊക്കെ വിളിച്ചാലും അവർക്കറിയാം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അതാണ് എന്ന്. അത് വളരെ സീക്രട്ടായി ഓരോ ക്ഷേത്രത്തിനും വളരെ കൃത്യമായി ഇന്ന് വരെ പിഴയ്ക്കാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതക്രമവുമായി ക്ഷേത്രങ്ങൾ എന്ന് വന്നു എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും അത് സൈന്ധവ നാഗരികതയുടെയോ സരസ്വതി നാഗരികതയുടെയോ അതിനും പഴയ നാഗരികതകളുടെയോ അല്ലെങ്കിൽ നാഗരികതകൾ പോലും ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കാലത്തേക്കോ പഴക്കമുണ്ട്. വേദകാലത്തിൻ്റെ ചിതി ആ ക്ഷേത്രത്തിൻ്റെ മാതൃകയുടെ ഒരു പൗരാണിക സങ്കല്പം തന്നെയാണ്. തന്ത്രകാലത്തിൽ ആ സങ്കല്പങ്ങളെ വളരെ കൃത്യമായി സ്ട്രക്ചർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രക്ചർ ചെയ്ത സമയത്ത് അത് ഷഡാധാര പ്രതിഷ്ഠയായിക്കൊണ്ടും ശരീരത്തിനെ അനുസൃതമാക്കിക്കൊണ്ടും തന്ത്രം അതിനെ വളരെ വിശാലമായി രൂപപ്പെടുത്തിയെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം സനാതനമായ ഹിന്ദു വിശ്വാസത്തിൻ്റെ തുടർച്ചയിൽ തുടക്കത്തിൽ കാണുന്നതാണ്. അതിൻ്റെ തുടക്കത്തിൽ കാണുന്നുണ്ട്, അതിൻ്റെ തുടർച്ചയിലും കാണുന്നുണ്ട്. അത് എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അറ്റമില്ലാത്തത്, അന്ത്യമില്ലാത്തതിന് ആദ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആദിയില്ലാത്തടത്ത് തന്നെയാണ് നമ്മുടെ ക്ഷേത്രവിശ്വാസത്തിൻ്റെയും തുടക്കം. അത് കേവലം ഒരു രൂപഘടനയിലേക്ക് മാറി വന്നു എന്നുള്ളത് പിന്നീടാണ് സംഭവിച്ചതെങ്കിലും അടിസ്ഥാനപരമായി ഹൈന്ദവ മനസ്സിൻ്റെ രൂപപ്പെടുത്തലിൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സങ്കേതങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് മഹാഭാരതത്തിലേക്കും രാമായണത്തിലേക്കൊക്കെ നോക്കിയാൽ പ്രഭാസം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള പാണ്ഡവരുടെ യാത്ര, ശ്രീരാമൻ സന്ദർശിച്ച സ്ഥലങ്ങളുടെ യാത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവ്യ സ്ഥലങ്ങൾ നമ്മുടെ സനാതന ഹിന്ദു ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമസ്കാരം. വന്ദേ മാതരം.